കൊച്ചമ്പത്തൂർ കോളനിയിലെ 19 കുടുംബങ്ങൾക്ക് ഇനി വില്ലേജ് ഓഫീസിൽ പോയി നികുതി അടയ്ക്കാം. പട്ടയമില്ലാത്ത ഭൂമി എന്ന പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും മറുപടിയായി സംസ്ഥാനതല പട്ടയമേളയിലെത്തി അവർ അഭിമാനത്തോടെ പട്ടയങ്ങൾ ഏറ്റുവാങ്ങി. 2018 പ്രളയത്തിൽ ഉറ്റവരും വീടും നാടുമെല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ 19 കുടുംബങ്ങൾക്ക് 2021 സർക്കാർ ദേശമംഗലത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. പ്രളയബാധിതർക്കായി ഡോക്ടർ ഉഷ രാമകൃഷ്ണൻ വിട്ടു നൽകിയ ഭൂമിയിലാണ് സർക്കാർ 19 കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം തിരിച്ച് വീടുകൾ നിർമ്മിച്ചു കൈമാറിയത്. കൂലിപ്പണി ഉപജീവനമാക്കിയ ഇവർക്ക് താമസിക്കുന്ന വീടിന് പട്ടയമില്ലാത്തത് ആശങ്കകൾക്കിടയാക്കിയിരുന്നു. ഇവരുടെ സാഹചര്യം പരിഗണിച്ച് പ്രത്യേക ഓർഡർ പ്രകാരമാണ് പട്ടയം അനുവദിച്ചത്. പ്രളയത്തിന് ശേഷമുള്ള ദീർഘകാലത്തെ അവരുടെ ഒരു ആവശ്യമാണ് ഭൂമിക്ക് പട്ടയം ഉണ്ടായി വരിക. യഥാർത്ഥത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് തലപ്പള്ളി താലൂക്കിൽ തന്നെ കൊച്ചമ്പത്തൂരിലും പട്ടയം കൊടുക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മനുഷ്യരുടെ മനസ്സുകളിലെല്ലാം മുഖത്തെല്ലാം കാണുന്ന സന്തോഷം ദീർഘകാലമായി തങ്ങൾക്ക് സ്വന്തമായി മരിക്കുമ്പോൾ കുഴിച്ചിടാനെങ്കിലും സ്വന്തമായിട്ടൊരു മണ്ണിൻ്റെ ഉടമയാകണമെന്ന ആഗ്രഹം ദീർഘകാലമായി കേവല സ്വപ്നമാകുമോ എന്ന് പേടിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പട്ടയം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്ന ആഹ്ലാദത്തിലാണ് നാട്ടിലെ ജനങ്ങളെല്ലാവരും. ഉരുൾപൊട്ടലിൽ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പട്ടയം ലഭിച്ചത് ഏറെ ആശ്വാസമായി. കൊച്ചമ്പത്തൂർ കോളനിയിലെ 19 കുടുംബങ്ങൾ ഒരുമിച്ചെത്തി പട്ടയങ്ങൾ സ്വീകരിച്ച് തങ്ങളുടെ സന്തോഷം റവന്യൂ മന്ത്രിയുമായി പങ്കുവച്ചു. എല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇങ്ങനെ ഒരു ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ചു നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും വില്ലേജ് ഓഫീസർമാരും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒപ്പം നിന്നിട്ട് ഞങ്ങൾക്ക് അതിയായ സന്തോഷം. എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ. എന്തായാലും ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അല്ലേ, പ്രളയത്തിൽ വന്നു ഞങ്ങളുടെ പ്രദീപ് MLA ഞങ്ങളെ കൊണ്ടുവന്നു ഞങ്ങൾക്ക് പട്ടയം ഞങ്ങൾക്ക് തന്നു. സന്തോഷമായി. എല്ലാവർക്കും നന്ദി. എനിക്ക് പട്ടയം കിട്ടിയിട്ട് മക്കൾക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സന്തോഷമായി. ദുരിതത്തിന്റെ ആഴക്കടലിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നവർക്ക് കൈത്താങ്ങായി നിൽക്കുന്ന സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും നന്ദി പറഞ്ഞാണ് അവർ മടങ്ങിയത്.